വളരെ അനുഗ്രഹീതമായ ഈ നല്ല സുദിനത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ലോകം മുഴുവൻ ക്രിസ്മസ് കൊണ്ടാടുന്ന ഈ സുദിനത്തിൽ നിങ്ങളോട് ഒരുമിച്ച് അല്പനിമിഷം ദൈവത്തിന്റെ വചനം പങ്കിടുവാൻ ഈ ലഭിച്ച അവസരം വളരെ ശ്രേഷ്ഠമായി ഞാൻ കാണുകയാണ്. ദൈവത്തിന്റെ വചനത്തിൽ നാം ആകമാനമായി പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ക്രിസ്മസ് ഉളവാകുവാൻ കാരണം എന്നതിനെക്കുറിച്ച് നാം പഠിച്ചാൽ, മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ അനുസരണക്കേട് മൂലം പാപം ചെയ്ത മനുഷ്യൻ അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് യഹോവയായ ദൈവം പുറത്താക്കുകയും അതോടൊപ്പം ദൈവം സ്ത്രീയോടും ആദാമിനോടും അരുളി ചെയ്ത ഒരു വാഗ്ദത്തമുണ്ട്. അതോടൊപ്പം തന്നെ പാപം ചെയ്യുവാൻ തങ്ങളെ പ്രേരിപ്പിച്ച ശത്രുവായ പിശാചെന്ന ആ പാമ്പിനോട് ദൈവം ഇപ്രകാരമൊരു വാഗ്ദത്തം നൽകുവാനിടയായിത്തീർന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ പ്രകാരം വായിക്കുകയാണ്: സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. അന്നു മുതൽ സ്ത്രീകളിൽ നിന്ന് ജനിക്കുന്ന മുഴുവൻ സന്തതികളെയും ശത്രുവായ പിശാച് നോട്ടമിടുവാനിടയായിത്തീർന്നു. വലിയൊരു ജനതയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം നിയോഗിച്ച മോശക്കുഞ്ഞിനെ തന്റെ ജനന സമയത്ത് തന്നെ അതിനെ നശിപ്പിച്ചു കളയുവാൻ പിശാച് പദ്ധതിയൊരുക്കി. ഇങ്ങനെ മുൻപോട്ട് നാം ഓരോ വിശുദ്ധന്മാരെയും കുറിച്ച് പഠിച്ചു വരുമ്പോൾ അവരുടെയൊക്കെയും ജീവിതത്തിൽ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ ശത്രുവായ പിശാച് അവരെ തകർത്ത് കളഞ്ഞത് നമുക്ക് കാണുവാനിടയായിത്തീരും. അതിനുശേഷം അവസാനമായി യേശു കർത്താവ് ഭൂമിയിലേക്ക് ജഡാവതാരമെടുത്ത് ഇറങ്ങി വരികയാണ്. ഈ സമയത്ത് യേശുവിനെ ജഡാവതാരമെടുക്കുവാൻ ദൈവനിയോഗത്താൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ മറിയം. ഈ വിശുദ്ധ മറിയയോട് ദൈവത്തിന്റെ ദൂതൻ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുമ്പോൾ ഇവിടെ പറയുന്ന ഒരു പദം വളരെ ശ്രദ്ധേയമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 35-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇവിടെ മറിയോട് ദൈവത്തിന്റെ ദൂതൻ പ്രകാരം അരുളി ചെയ്യുകയാണ്: പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ നിന്നിൽ നിന്നൊരു വിശുദ്ധ പ്രജ ഉടലെടുക്കുവാനിടയായിത്തീരും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്, എന്തുകൊണ്ടാണ് വിശുദ്ധ മറിയയോട് ദൈവത്തിന്റെ ആലോചന ഇപ്രകാരം അരുളി ചെയ്യുവാനിടയായിത്തീർന്നത്? നിന്നിൽ നിന്ന് ഒരു വിശുദ്ധ പ്രജ ഉടലെടുക്കുവാനിടയായിത്തീരും. ഈ വചനവും സങ്കീർത്തന പുസ്തകം 51-ാം അധ്യായത്തിൽ പറയുന്ന ചില വേദഭാഗങ്ങളും തമ്മിൽ പരസ്പര വിരുദ്ധമായി പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദാമ്യ വംശപരമ്പരയിൽപ്പെട്ട മുഴുവൻ മനുഷ്യരും പാപം നിറഞ്ഞ രക്തത്തിന്റെ ഉടമയാണെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, ആദാമ്യ വംശപരമ്പരയിൽപ്പെട്ട വിശുദ്ധ മറിയയോട് ദൈവത്തിന്റെ ദൂതൻ പ്രകാരം പറഞ്ഞു: നിന്നിൽ നിന്നൊരു വിശുദ്ധ പ്രജ ഉടലെടുക്കുവാനിടയായിത്തീരും. ദാവീദിന്റെ വാക്കിൽ ദാവീദ് ഇപ്രകാരമാണ് പറയുന്നത്:
ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എന്റെ അമ്മയെ ഗർഭം ധരിച്ചു. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് വിശുദ്ധ മറിയയിൽ നിന്ന് ഒരു വിശുദ്ധ പ്രജ എന്ന ഒരു വാക്ക് വളരെ ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ്. അതിനുശേഷം ചില നാളുകൾ വളരെയധികം എന്നെ ചിന്തിപ്പിക്കുകയും ദൈവത്തിന്റെ വചനം കൂടുതൽ ആഴമായി പഠിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യുവാൻ ഇടയായിട്ടുണ്ട്. അതിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകി തന്ന ഒരു ആലോചന ഇന്ന് പകലിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരമ്മയുടെ ഉദരത്തിൽ ആ കുഞ്ഞ് 9 മാസവും 9 ദിവസവും ആ കുഞ്ഞ് ആയിരിക്കേണ്ട അനുഭവമുണ്ട്. എന്നാൽ അമ്മയുടെ ഉദരത്തിൽ ഈ കുഞ്ഞായിരിക്കുമ്പോൾ ഈ 9 മാസവും 9 ദിവസവും ഈ അമ്മയിൽ നിന്ന് ഈ കുഞ്ഞിലേക്ക് അമ്മ കഴിക്കുന്ന സകലവിധമായ ഭക്ഷണവും ഈ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. എന്നാൽ ആധുനിക മെഡിക്കൽ സയൻസ് ഇപ്രകാരം വിളിച്ചു പറയുകയാണ്, ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന കുഞ്ഞിന്റെ ശരീരത്തുകൂടി ഓടുന്ന രക്തം ഒരിക്കലും അമ്മയുടെ രക്തമല്ല, അത് പിതാവിന്റെ രക്തമാണ്. ആധുനിക വൈദ്യശാസ്ത്രം അതിന് അനേക തെളിവുകൾ നമുക്ക് നൽകുന്നുണ്ട്. ഓവൽസ് ആൻഡ് ഫിസിയോളജി ടെക്സ്റ്റ് ബുക്ക്, നഴ്സസ് ഹാൻഡ് ബുക്ക് ഓഫ് ഒബ്സ്റ്ററിക്സ് ബൈ ലൂയിസ് എന്നീ പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിനുള്ളിൽ വളരെ വ്യക്തമായിട്ടാണ് ആധുനിക വൈദ്യശാസ്ത്രം നമ്മോട് പറയുന്നത്, ഒരു കുഞ്ഞിന്റെ ശരീരത്തിലൂടെ ഓടുന്ന രക്തം ഒരിക്കലും അമ്മയുടെ രക്തമല്ല, അത് അപ്പന്റെ രക്തമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ ദൂതൻ അന്ന് നൽകിയ അരുളപ്പാടിന്റെ യഥാർത്ഥ ചിത്രം, യഥാർത്ഥമായൊരു ചിത്രം നമുക്ക് മനസ്സിലാകുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിലൂടെയാണ്. ഈ അമ്മയുടെ ശരീരത്തിൽ നിന്ന് കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് ആവശ്യമായ സകല പോഷകാഹാരങ്ങളും കടന്നു പോകുന്നു എങ്കിലും അമ്മയുടെ രക്തത്തിൽ നിന്ന് ഒരു തുള്ളി പോലും ഈ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് കടന്നു പോകുന്നില്ല. മറ്റൊരു വ്യക്തിയിൽ നിന്ന് കടമെടുത്ത ഒരു ഉദാഹരണം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സുവോളജി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. 2 വിധത്തിലുള്ള കോഴിമുട്ടകൾ നമുക്കറിയാം. ഒന്നാമത്തെ കോഴിമുട്ട നമ്മൾ അടവെച്ച് വിരിക്കുവാൻ ഉപയോഗിക്കുന്ന കോഴിമുട്ടയാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ അമ്മച്ചിമാർ പണ്ടുകാലങ്ങളിൽ കോഴിയെ അടവെക്കുന്ന സമയമാകുമ്പോൾ അടുത്തുള്ള വീടുകളിലെല്ലാം പോയി മുട്ടകൾ ശേഖരിച്ചുകൊണ്ടുവന്ന് ആ മുട്ട വെച്ചാണ് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിരിക്കുന്ന ഒരു മുട്ടയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കടകളിൽ വാങ്ങുവാൻ കിട്ടുന്ന മുട്ടയുണ്ട്. ഈ 2 മുട്ടകൾ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. വിരിക്കുവാൻ ഉപയോഗിക്കുന്ന മുട്ടയ്ക്കും നമ്മൾ കറി വയ്ക്കുവാൻ ഉപയോഗിക്കുന്ന കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടയ്ക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടകൾക്ക് തോട്, പാട, വെള്ളക്കരു, മഞ്ഞക്കരു, ഈ 4 അവസ്ഥകൾ മാത്രമേ ആ മുട്ടയ്ക്ക് നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ വിരിക്കുവാൻ ഉപയോഗിക്കുന്ന മുട്ടയ്ക്ക് തോട്, പാട, വെള്ളക്കരു, മഞ്ഞക്കരു, ഉൾക്കരു, ഇങ്ങനെ 5 അവസ്ഥകൾ കാണുവാൻ കഴിയുന്നു. ഈ ഉൾക്കരുവിലാണ് ഈ കോഴിക്കുഞ്ഞിന്റെ ജീവൻ ഇരിക്കുന്നത്. ഈ ഉൾക്കരു എന്ന് പറയുന്നത് അപ്പന്റെ സംഭാവനയാണ്. ഈ ഉൾക്കരു ഇല്ലാത്തത് കൊണ്ടാണ് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന കോഴിമുട്ട നമുക്കൊരിക്കലും അടവെക്കുവാൻ കഴിയാത്തത്. സുവോളജി പഠിക്കുന്നവർക്ക് ഈ കാര്യം നന്നായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ്.
എന്നതുപോലെ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായി വളരുന്നു. എന്നാൽ ആ കുഞ്ഞിന്റെ ശരീരത്തിലൂടെ ഓടുന്ന രക്തം ഒരിക്കലും അമ്മയുടെ രക്തമല്ല, അത് അപ്പന്റെ രക്തമാണ്. സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന സകല കുഞ്ഞുങ്ങളെയും അവരുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങളിൽ അവരെ നശിപ്പിച്ചുകൊണ്ടിരുന്ന ശത്രുവായ പിശാചിന് യേശുവിനെ തകർക്കുവാൻ കഴിയാതിരുന്നതും ഈ രക്തത്തിന്റെ ശക്തി തന്നെയാണ്. യേശു കർത്താവ് മറിയയുടെ ഉദരത്തിൽ ഉരുവായ സമയത്ത് തന്നെ ശത്രുവായ പിശാചി അവൻ പദ്ധതികൾ ആരംഭിക്കാനിടയായിത്തീർന്നു. പൂർണ്ണ ഗർഭിണിയായിരുന്ന മറിയയ്ക്ക് ഒരു ദീർഘദൂര യാത്ര കൊടുത്തു. ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചു കളയുക എന്നതായിരുന്നു പിശാചിന്റെ പദ്ധതി. എന്നാൽ പിശാചിന്റെ സകല പദ്ധതികളെയും തകർത്തുകൊണ്ട് യേശു കർത്താവ് ഭൂമിയിൽ ജനിപ്പാനിടയായിത്തീർന്നു. യേശു ജനിച്ചത് എവിടെയെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നില്ലെങ്കിലും ജനനത്തിന് ശേഷം അവനെ കിടത്തിയത് പുൽത്തൊട്ടിൽ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഈ യേശുവിന്റെ ജനനത്തിങ്കൽ, യേശുവിന്റെ വളർച്ചാഘട്ടങ്ങളിൽ പിതാവായ ദൈവം നിശ്ചയിച്ചാക്കിയ സമയത്തിന് മുൻപ് ശത്രുവായ പിശാചിന് അവന്റെ മേൽ യാതൊരു ആധിപത്യവും ഉണ്ടായിരുന്നില്ല. യേശുവിനെ കാണുമ്പോൾ പിശാച് അടറിയോടുമായിരുന്നു. ഒരിക്കൽ യേശു ഒരു പ്രദേശത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ പിശാച് യേശുവിനെ കണ്ട് അലറി വിളിച്ചു, യേശുവേ, നീ എന്തിനാണ് സമയത്തിന് മുമ്പേ എന്നെ ദണ്ഡിപ്പിക്കുവാനായി വന്നിരിക്കുന്നത്? ആ കാലഘട്ടത്തിൽ റോമൻ ഗവൺമെന്റിന് പോലും 12 ശിഷ്യന്മാരിൽ നിന്ന് യേശുവിനെ മാറ്റി നിർത്തി കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. ഈ 13 പേരിൽ ആരാണ് യേശു എന്ന് പോലും റോമൻ പടയാളികൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് യൂദയ്ക്ക് 30 വെള്ളിക്കാശ് കൊടുത്തിട്ട് നിങ്ങളുടെ ഗുരുവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരിക എന്നവർ പറയുവാനിടയായി തീർന്നത്. എന്നാൽ ഈ ലോകത്തിന് പലപ്പോഴും യേശുവിനെ മനസ്സിലായില്ലെങ്കിലും യഹൂദ മതാനുസാരികൾക്കും ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും തത്വജ്ഞാനികൾക്കും സദൂക്യർക്കും യഹൂദ റബിമാർക്കും യേശുവിനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ലെങ്കിലും ആദ്യമായി അവനെ തിരിച്ചറിഞ്ഞത് ശത്രുവായ പിശാചാണ്. എന്തുകൊണ്ടാണ് പിശാച് യേശുവിനെ പെട്ടെന്ന് തിരിച്ചറിയുവാനിടയായി തീർന്നത്? യേശുവിന്റെ ശരീരത്തിലുള്ള രക്തം പിശാചിന് ഭയമായിരുന്നു. നമുക്കറിയാം, ഒരിക്കൽ യേശു പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. യഹൂദന്റെ നിയമപ്രകാരം ഈ രോഗത്താൽ പിടിക്കപ്പെട്ടവൾ പാളയത്തിന് പുറത്തു കിടക്കേണ്ടവളാണ്. അത് യഹൂദന്റെ നിയമമാണ്. ഇവൾ പാളയത്തിനകത്ത് പ്രവേശിച്ചാൽ ഇവിടെ കല്ലെറിഞ്ഞ് പുറത്തു കൊണ്ടുപോകണം എന്നുള്ളത് യഹൂദന്റെ നിയമമാണ്. ഇവൾ അറിഞ്ഞോ അറിയാതെയോ ഒരു പുരുഷനെയോ സ്ത്രീയെയോ സ്പർശിച്ചു പോയാൽ ആ വ്യക്തി 7 ദിവസം അശുദ്ധയായി പാളയത്തിന് പുറത്തു കിടക്കണമെന്ന് യഹൂദന്റെ നിയമം നിലനിൽക്കവേ നീണ്ട 12 വർഷങ്ങൾ പാരമ്പര്യം പ്രമാണിച്ചവൾ, പാരമ്പര്യത്തിന് വേണ്ടി ജീവിച്ചവൾ, 12ാമത്തെ വർഷത്തിൽ അവൾക്കൊന്നും മനസ്സിലായി, ഈ പാരമ്പര്യം എന്നെ രക്ഷിക്കുകയില്ല, ഈ നിയമങ്ങൾ എന്നെ വിടുവിക്കുവാൻ പര്യാപ്തമല്ല എന്നവൾ തിരിച്ചറിഞ്ഞു. ആകയാൽ പാളയത്തിന് പുറത്തു കിടന്ന് അവളൊരു തീരുമാനം ഇങ്ങനെ എടുത്തു, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അതിനു മുൻപ് വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യമായ ഒരു സംഭവം പോലും ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നില്ല. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഇവൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാനിടയായത്? അവളുടെ ഉള്ളിലെ ചിന്ത ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കാം, ഇപ്പോൾ തന്നെ യഹൂദന്മാർ യേശുവിനെതിരാണ്. ഞാൻ അവന്റെ കരങ്ങളിൽ സ്പർശിച്ചാലോ, അവന്റെ കരം എന്റെ ശിരസിന്മേൽ വെച്ചാലോ, ഞാൻ മുഖേന ഒരുപക്ഷെ യേശു കർത്താവിനെ അവർ പീഡിപ്പിക്കുവാൻ സാധ്യത